മോഷണ കേസില കള്ളക്കേസിലെ പ്രതിയായ എന്റെ തോളെ നിന്ന് കൈയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം വന്നിട്ട് എന്താ കാര്യം? ഫോട്ടോ ഉള്ളതിന്റെ പേരിലാണ് അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തതെങ്കിൽ പിണറായി വിജയന്റെ മൊഴിയും കൂടി എടുക്കണം. എന്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധമെന്ന്? ഇനി എന്നിട്ട് 2017 കാര്യം ഒരു കാര്യം കൂടി ഞാൻ പറയാം. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു, മൊഴിയെടുത്ത്, എന്തായിക്കോട്ടെ ചെയ്തല്ലോ. നിങ്ങൾ പോലും അറിഞ്ഞില്ല. 4 ദിവസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഒരാളും വിവരം അറിഞ്ഞില്ല. അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തപ്പോ അപ്പ ചോർത്തി കൊടുത്തല്ലോ. SIT ആരാ ഉള്ളത്? SIT എല്ലാവരെയും കുറിച്ചല്ല. SIT CPMന്റെ ഏജന്റുമാരുണ്ട്, സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഏജന്റുമാരുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്ത സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഹാജരായ സമയത്ത് ഒരാളും അറിയിക്കാതെ രഹസ്യമായി സൂക്ഷിച്ചു. 3-4 ദിവസം കഴിഞ്ഞ പുറത്തു വന്ന് അടൂർ പ്രകാശിന്റെ അദ്ദേഹം അവിടെ ചെല്ലുമ്പോ തന്നെ അത് ചോർത്തി കൊടുത്തു പുറത്തേക്ക്. ഇത് വളരെ വ്യക്തമല്ലേ? വളരെ വ്യക്തമല്ലേ എന്താണെന്ന്? അവിടെ ആരുടെ ഏജന്റുമാർ അതിനകത്തുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഇനി കൊടിമരത്തിന്റെ കാലത്ത് ഹൈക്കോടതിയുടെ വിധിയുണ്ട്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത്. എന്നിട്ട് ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു, എന്തൊക്കെയാണ് നടന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്. എന്നിട്ട് ഹൈക്കോടതി ഈ അഡ്വക്കേറ്റ് കമ്മീഷണറെയും അവിടെ നടന്ന നടപടിക്രമങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള കോടതി വിധിയും കൂടിയുണ്ട്. അതുകൂടി എല്ലാവരും കൂടി വായിച്ചു നോക്കിക്കോട്ടെ. പിന്നെ ഹൈക്കോടതി SITയുടെ കീഴിലാണോ ഇത് അന്വേഷിക്കുന്നത്, അല്ലെ സ്റ്റേറ്റ് വിജിലൻസ് ആണോ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയില്ല, വ്യക്തത എനിക്ക് വന്നില്ല, എനിക്കറിയില്ല. ആയിക്കോട്ടെ, അതിനെന്താ ഞാൻ പറയാം. അതേ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ ഇതുപോലെ ഈ ആരും അറിയാതെ മറ്റേ ദ്വാരപാലക ശില്പം എടുത്തിട്ട് മറ്റേ കോടീശ്വരന് വിറ്റല്ല, നടപടിക്രമങ്ങൾ പാലിച്ച് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് അന്ന് എല്ലാം ചെയ്തത്, എല്ലാം. എന്നിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. അഡ്വക്കേറ്റ് കമ്മീഷണറെയും അവിടെ നടന്ന നടപടികളെയും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അഭിനന്ദിക്കുകയും കൂടി ചെയ്ത കേസാണ്, ക്ലോസ് ചെയ്ത കേസാണ്. വരട്ടെ, അവരത് നേരിട്ടുള്ളൂ, ഒരു പ്രശ്നമില്ല. അല്ല, അതിനെന്താ? ഹൈക്കോടതി ഒരു ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനാണ് എതിർക്കുന്നത്? ഇതും നടന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ, അതുകൂടി അറിയണം, ഇതും കൂടി അറിയണം. ഹൈക്കോടതി ഇതും കൂടി ചെയ്തിട്ടുണ്ട് ആ കേസിൽ. അല്ലാതെ ആരോരും അറിയാതെ ഹൈക്കോടതി മാനുവൽ ലംഘിച്ച് ഇതെടുത്തുകൊണ്ട് വേറെ പോയി കോടീശ്വരർ വിറ്റ് പിന്നെ വേറൊരു വ്യാജ ചെമ്പുണ്ടാക്കി അതുകൊണ്ട് അവിടെ കൊണ്ടുവച്ചതല്ല ഈ കേസ്.